ഹലോ, ഇന്നൊരു ജിലേബി ആയാലോ? നല്ല മധുരമുള്ള ജിലേബി, കളർഫുൾ ജിലേബി, ഓറഞ്ച് കളർ, യെല്ലോ കളർ ജിലേബി. അപ്പോൾ ഇതിനാദ്യമായിട്ട് വേണ്ടത് ഉഴുന്നാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് ഉഴുന്നാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കി ഒരു 5-6 മണിക്കൂർ കുതിരാൻ വയ്ക്കാം. 1 കപ്പ് ഉഴുന്നെന്ന് പറയുമ്പോൾ അത് കുതിർന്ന് കഴിയുമ്പോൾ ഒരുപാട് ഉഴുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ജാങ്കറി ഉണ്ടാക്കാം. കുറവാണെന്ന് ഒരിക്കലും വിചാരിക്കണ്ട. ഒരു 5-6 മണിക്കൂർ കുതിർന്ന് കഴിഞ്ഞാൽ അത് വെള്ളത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് നല്ല തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് അരച്ചെടുക്കാം. ഒരു ഉഴുന്ന് വടേനേക്കാളും കുറച്ചുകൂടി ലൂസാവാം, ബട്ട് നല്ല തിക്കായിരിക്കണം. ഇതിൽ വെള്ളം ഒഴിക്കുകയെന്ന് വെച്ചാൽ 1-2 സ്പൂണ് നോക്കി ഒഴിച്ചാൽ മതി, ജസ്റ്റ് അരയാൻ വേണ്ടി മാത്രം. എന്നിട്ട് നല്ല തിക്കായിട്ടുള്ള ബാറ്ററായിട്ട് എടുക്കാം. അപ്പോൾ അതാ ഈ ഒരു തിക്നെസ്സിലാണ് അരച്ചെടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് കോൺഫ്ലവർ, അതേപോലെ ഒരു നുള്ളു ഉപ്പ്, ഇത് രണ്ടും കൂടി ചേർത്ത് നല്ലോണം ഈ ബാറ്ററിലിട്ട് മിക്സാക്കി എടുക്കാം. അപ്പോൾ അത് അടിച്ച് ഫ്ലഫി ആയിട്ടുള്ള നമ്മളെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ബാറ്ററാണ്. അപ്പം നമുക്കിതിനെ 2ആയിട്ട് മാറ്റി വയ്ക്കാം. കുറച്ച് ഓറഞ്ച് ജിലേബിക്കും കുറച്ച് യെല്ലോ ജിലേബിക്കും വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം നമ്മൾ ഒരു സെറ്റിലേക്ക് ഓറഞ്ച് റെഡ് കോമ്പിനേഷനിലെ ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. മറ്റേതിലേക്ക് ലെമൺ യെല്ലോൻ്റെ ഫുഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. ഒരു സെറ്റിലേക്ക് നമ്മൾ ഓറഞ്ച് റെഡ് കോമ്പിനേഷൻ്റെ ഫുഡ് കളർ ഇട്ടിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. കുറച്ചിട്ടാൽ മതി, നല്ല കളർ ഉണ്ടാവും അത്. അതേപോലെ മറ്റേ മിക്സിലേക്ക് ലെമൺ യെല്ലോൻ്റെ ഫുഡ് കളറും ആഡ് ചെയ്തു. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. നോക്കി, നല്ല യെല്ലോ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വെച്ചാൽ ഷുഗർ സിറപ്പ് റെഡിയാക്കണം. കാരണം ഇപ്പോഴത്തെ മിക്സ് പ്രകാരം നമ്മൾ ജിലേബിക്ക് മധുരമൊന്നുമില്ല. അപ്പോൾ ജിലേബി പക്ഷേ മധുരമുള്ള സാധനമല്ലേ. അപ്പോൾ അതിന് നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ ഷുഗർ സിറപ്പിൽ മുക്കി വെക്കുക ചെയ്യുന്നത്. അങ്ങനെയാണ് ജിലേബിക്ക് മധുരം വരുന്നത്. അപ്പം നെക്സ്റ്റ് നമുക്ക് ഉണ്ടാക്കേണ്ടത് ഷുഗർ സിറപ്പാണ്. അപ്പം ഞാൻ 2 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. അത് ഏത് പാത്രത്തിലേക്കാണോ നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെക്കുന്നത്, ഏത് പാത്രത്തിലേക്കാണോ നമ്മൾ ജിലേബി ഇട്ട് വെക്കുന്നത് ഷുഗർ സിറപ്പിലേക്ക്, നല്ല വീതിയുള്ള വട്ടമുള്ള പാത്രമായാൽ അതിൽ ജിലേബി നല്ലോണം മുങ്ങിയിരിക്കും. അപ്പോഴാണ് നല്ലോണം മധുരം ഇതിൻ്റെ മുകളിലേക്ക് കോട്ട് ചെയ്യാൻ പറ്റുന്നത്. ചെറിയ ഇടുങ്ങിയ പാത്രങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കൃത്യമായിട്ട് ഈ ഷുഗർ സിറപ്പ് മിക്സ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് നല്ല വലിയ വട്ടമുള്ള പാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ 2 കപ്പ് പഞ്ചസാരയ്ക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം നമുക്കത് ഉരുക്കി ഷുഗർ സിറപ്പാക്കിയെടുക്കാം. ഷുഗർ സിറപ്പ് കുറച്ച് തിക്കായി നല്ല കൺസിസ്റ്റൻസി ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ഏലക്കായ പൊടിച്ചത് ആഡ് ചെയ്യാം. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസ്, പിന്നെ ഒരു 3/4 ടീസ്പൂൺ നെയ്യ്. ഷുഗർ സിറപ്പ് ഇത്രയും ലൂസായാൽ മാത്രമേ ഈ ജാങ്കരീൻ്റെ അല്ലെങ്കിൽ ജിലേബീൻ്റെ മുകളിലേക്ക് മധുരം കയറുള്ളൂ. അതുകൊണ്ടാണ് ഇത്തിരി ലൂസായിട്ടുള്ള ഷുഗർ സിറപ്പ് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതാ നമ്മൾ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജിലേബി ഫ്രൈ ചെയ്യേണ്ട കാര്യങ്ങൾ റെഡിയാക്കാം. അപ്പം ഞാൻ വലിയൊരു ഫ്ലാറ്റ് ആയിട്ടുള്ള റൗണ്ട് ആയിട്ടുള്ള നോൺ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു. അപ്പം നമ്മൾ എണ്ണ അവിടെ കിടന്ന് ചൂടാകുന്ന നേരം കൊണ്ട് നമുക്ക് ഈ ബാറ്റർ പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. അപ്പം ഞാനെന്താ ഒരു പ്ലാസ്റ്റിക് പാക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എൻ്റെ ബാറ്റർ കുറച്ച് കയറ്റി, എന്നിട്ട് നമ്മൾ മൈലാഞ്ചിൻ്റെയൊക്കെ കോൺ പോലെ ഒരു കോൺ ഷേപ്പാക്കി എടുക്കാം. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ ക്രീം തേക്കില്ലേ, ഒരു കോൺ ഷേപ്പിൽ, അപ്പോൾ അതുപോലെ ആക്കിയിട്ട് നല്ല ടൈറ്റാക്കി കെട്ടി വയ്ക്കാം. കെട്ടി വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളത് കോൺ പോലെ ആക്കി നല്ല ടൈറ്റായിട്ട് അതിൻ്റെ അറ്റത്ത് മുറുക്കി പിടിച്ചാലും മതി. എന്നിട്ട് ഇത് അതിൻ്റെ ഫ്രണ്ടിൽ ചെറിയൊരു കട്ട് വെച്ച് കൊടുക്കുക. ആ ബാറ്റർ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ, എന്നിട്ട് അവസാനം ലാസ്റ്റ് പോർഷൻ ഉള്ളിലോട്ട് ക്ലോസ് ചെയ്യുന്ന രീതിയിൽ വേണം ആക്കാൻ. എണ്ണയൊന്ന് ചൂടാവാൻ വേണ്ടി മാത്രം ഹൈ ഫ്ലെയിമിലിടുക. അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് മീഡിയം ഫ്ലെയിം മതി.
ജിലേബി ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ മറ്റേ ഭാഗം മറിച്ചിട്ട് കൊടുക്കുക. ഷുഗർ സിറപ്പ് രണ്ടായിട്ട് മാറ്റി വയ്ക്കുക. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ 2 ടൈപ്പ് ജിലേബി ഉണ്ടാക്കുന്നുണ്ട്, ഓറഞ്ച് ആൻഡ് യെല്ലോ. അപ്പോൾ ഷുഗർ സിറപ്പ് കുറച്ച് 2 പോർഷനായിട്ട് മാറ്റി വയ്ക്കുക. ഒരു പോർഷനിലേക്ക് റെഡ് ഫുഡ് കളർ, അതായത് നേരത്തെ ഇട്ട് ഓറഞ്ച് റെഡ് ഫുഡ് കളർ, ഒരു നുള്ള് ഫുഡ് കളർ ആഡ് ചെയ്യുക. അതേപോലെ തന്നെ ബാക്കിയുള്ള മറ്റേ ബാറ്ററിലേക്ക് യെല്ലോ ഫുഡ് കളറും ആഡ് ചെയ്യുക, ഒരു നുള്ള് ഫുഡ് കളർ. എന്നിട്ട് അത് ഷുഗർ സിറപ്പിൽ നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ജിലേബി 2 സൈഡും ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് അത് നല്ലൊരു മുരിഞ്ഞ രൂപത്തിലാവുമ്പോൾ അത് നേരെ എടുത്ത് നമ്മൾ ഷുഗർ സിറപ്പിലോട്ട് ഇട്ട് വെച്ചാൽ മതി. അതേപോലെ നമ്മൾ ജിലേബി ഇടുന്ന സമയത്ത് നമ്മളുടെ ഷുഗർ സിറപ്പ് കട്ട പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് തിക്കായി പോയിട്ടുണ്ട്, ലൂസല്ല എന്നുള്ള ഒരവസ്ഥയാണെങ്കിൽ അത് ചെറിയ സിമ്മിലിട്ട് ഒന്ന് ചെറിയ ചൂട് കയറ്റി കൊടുക്കുക. എന്നിട്ട് വേണം നമ്മുടെ ജിലേബി അതിലേക്ക് ഇടാൻ. ജിലേബി റെഡി ആയി കഴിഞ്ഞാൽ നേരെ ഷുഗർ സിറപ്പിലേക്ക് ഇടുക. ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചും ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് ആ മധുരം നല്ലോണം അതിൻ്റെ ഉള്ളിലേക്ക് കയറുക. കണ്ടില്ലേ, നമ്മൾ ബേക്കറിയിലൊക്കെ കിട്ടുന്ന പോലത്തെ അതേ ഫിനിഷിങ്ങുള്ള ജിലേബി. എന്തൊരു ബ്യൂട്ടിഫുള്ളല്ലേ. അപ്പോൾ നോക്കിയേ, അതിൻ്റെ ഉള്ളിലോട്ട് ഷുഗർ സിറപ്പ് കയറിയിട്ടുമുണ്ട്. അതാ ഈ ഡാർക്ക് കളറും കുറച്ചുകൂടി വന്നതാണ്. ഷുഗർ സിറപ്പിലുള്ള കളറും ഫുഡ് കളറും ആ പഞ്ചസാരയൊക്കെ കൂടി കയറിയിട്ടാണ് നമ്മൾ ജിലേബീൻ്റെ കളറ് കുറച്ചുകൂടി ഡാർക്കായത്. അതേപോലെ തന്നെ ഇത് ഇപ്പം ചൂടോടെ കഴിക്കുകയാണെങ്കിൽ ഇത്തിരി ക്രിസ്പിയാണ്, സ്വീറ്റും ആയിരിക്കും. കുറച്ച് കഴിയുമ്പോൾ ആ ഷുഗർ സിറപ്പിലൊക്കെ കൂടി കിടന്നിട്ട് അത് നല്ല സോഫ്റ്റായി മാറും. ഇനി നമുക്ക് അടുത്ത സെറ്റ് യെല്ലോ ജിലേബീസ് ഉണ്ടാക്കാം. അതും ഇതേപോലെ തന്നെ ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റി നമ്മൾക്ക് ഇതേമാതിരി ഗോലാക്കി എടുക്കാം. ഓറഞ്ച് ജിലേബിക്ക് ഉണ്ടായിരുന്ന സെയിം പ്രൊസീജിയറാണ്. 2 ഭാഗവും മറിച്ചിട്ട് ഫ്രൈ ചെയ്യുക. എന്നിട്ട് ഡയറക്റ്റ് ഷുഗർ സിറപ്പിലേക്ക് ഇടുക. ഷുഗർ സിറപ്പിൽ ഇട്ട് കഴിഞ്ഞാലും 2 പുറവും മറിച്ചിട്ട് കൊടുക്കുക. ആ ഷുഗർ സിറപ്പ് അതിലേക്ക് നല്ലോണം കയറാൻ വേണ്ടിയിട്ട് ഒരു 5 to 10 മിനിറ്റ്സ് അതിലിട്ടാൽ മതിയാവും. അപ്പോൾ ഇതാ ഫിനിഷ്, നമ്മൾ ജിലേബി റെഡിയായി. എന്ത് സിമ്പിളല്ലേ ജിലേബി ഉണ്ടാക്കാൻ. എന്നിട്ടാണോ നമ്മളൊക്കെ ഉണ്ടാക്കാതിരിക്കുന്നത്? എത്ര ചെറിയ പ്രൊസീജിയറാണ്. ആകെ എന്താ ഉള്ളത്, ഉഴുന്ന് അരയ്ക്കുക, അതിലേക്ക് കോൺഫ്ലവർ ഉപ്പിട്ട് വയ്ക്കുക, അതവിടെ റെഡിയായി. അത് കഴിഞ്ഞ് ഷുഗർ സിറപ്പ് റെഡിയാക്കുക. പിന്നെ ഈ ജിലേബി പൈപ്പിംഗ് ബാഗിലേക്ക് ഫുഡ് കളറും ചേർത്ത് കയറ്റുക, നേരെ ഫ്രൈ ചെയ്യുക. ഫ്രൈ ചെയ്ത് വീണ്ടും ഷുഗർ സിറപ്പിലേക്ക് ഇടുക. കഴിഞ്ഞു. എത്ര സിമ്പിളല്ലേ. അപ്പം നിങ്ങളൊക്കെ മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്യുക, ഷുവറായിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.